മീര അസറ്റ് ഷെയർ ഖാൻ മൊബൈൽ ആപ്പിൻ്റെ ഓവർവ്യൂയും അതിൻ്റെ ഡെമോവും ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ആപ്പിൽ ഓൾറെഡി യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന വിൻഡോ ഇങ്ങനെയായിരിക്കും ഡിസ്പ്ലേ ആയിരിക്കുന്നത്. ഇതിൻ്റെ താഴെ നമുക്ക് ബോട്ടമിൽ കുറച്ച് ഓപ്ഷൻസ് കാണാം. അതേപോലെ സൈഡ് ബാറിൽ ഹാംബർഗർ മെനുവിലും കുറേ ഓപ്ഷൻസ് കാണാം. അതുപോലെ തന്നെ ഹോം പേജിൽ ഹെഡിങ്സിൽ ഇക്വിറ്റി, ഡെറിവേറ്റീവ്സ്, മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെ പല സെഗ്മെൻറ്റ്സ് ആയിട്ട് വേരിയസ് അസറ്റ് ക്ലാസ്സസ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓവർവ്യൂയും താഴെ നമുക്ക് കാണാം. ഇക്വിറ്റിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇൻഡെക്സസിൽ നമുക്ക് ഓവർവ്യൂ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി അതുപോലെയുള്ള വേരിയസ് ഇൻഡെക്സസ് നമുക്ക് കാണാം. അതിൻ്റെ പ്രൈസും പ്രൈസ് ചേഞ്ചും. അതേപോലെ എബ്രോഡുള്ള ഇൻഡെക്സസ് ലൈക്ക് അമേരിക്കൻ, ഏഷ്യൻ ഇൻഡെക്സസ് അതിൻ്റെ കറൻ്റ്ലിയുള്ള പൊസിഷൻസും കാണാം. ആ ഇൻഡെക്സസുകളിൽ ഏതെങ്കിലും ഒരു ഇൻഡെക്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് നിഫ്റ്റിയുടെ ആണെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള കോട്ട്, അതേപോലെ അത് നമുക്ക് മാർക്കറ്റ് വാച്ചിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു അലേർട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ, അഡ്വാൻസ്ഡ് ഓപ്ഷൻ ചെയിൻ നോക്കിയിട്ട് അതിൽ നിന്ന് ബൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് കാണണമെങ്കിൽ അതുപോലെയുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽ കോട്ട് എഴുതിയിരിക്കുന്ന ആ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഓവർവ്യൂ കാണാം. ഓപ്പൺ, ഹൈ, ലോ, ഗെയിനേഴ്സ്, ലൂസേഴ്സ്, ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസിൻ്റെ ഓപ്ഷൻസ്, അതേപോലെ ചാർട്ടിൻ്റെ ആണെങ്കിലും വേരിയസ് ടൈം ഫ്രെയിംസിൽ നമുക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ നോക്കാൻ വേണ്ടിയിട്ട് സെയിം ആ ഡീറ്റെയിൽ കോട്ടിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ന് കാണുന്ന ഗെയിനേഴ്സാണ് കാണിച്ചേക്കുന്നത്. ലൂസേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ലൂസേഴ്സ് കാണാം. നിഫ്റ്റിയിലെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് കാണാൻ പറ്റും. ഓപ്ഷൻ ചെയിൻ, അഡ്വാൻസ്ഡ് ഓപ്ഷൻ ചെയിൻ ഡയറക്റ്റ് ഇതിനകത്ത് തന്നെ നമുക്ക് ഓപ്ഷൻസ് ബൈ ചെയ്യാനുള്ള സെക്ഷനിലേക്ക് പോകാൻ പറ്റും. സ്റ്റോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിലത്തെ 50 സ്റ്റോക്സിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. നിഫ്റ്റി 50 സ്റ്റോക്സിലെ ഏതെങ്കിലും സ്റ്റോക്സാണ് നമുക്ക് ബൈ ചെയ്യേണ്ടതെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻസിലേക്ക് പോകാൻ പറ്റും. അദാനിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അദാനിയുടെ ബൈ സെൽ ഓപ്ഷൻസിലേക്ക് വരാം. അതിൻ്റെ ചാർട്ട് നോക്കണമെങ്കിൽ അതിലേക്ക് വരാം. ഡീറ്റെയിൽ കോട്ട്, ഈ അദാനി സ്റ്റോക്ക് നമ്മുടെ മാർക്കറ്റ് വാച്ചിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത്, അങ്ങനെയുള്ള കൂടുതൽ ഓപ്ഷൻസ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ ഹോം പേജിൽ വന്നു കഴിയുമ്പോൾ ഇൻഡെക്സസിന് സൈഡിലായിട്ട് മാർക്കറ്റ് സ്റ്റാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ സ്റ്റോക്സ് കാണണമെങ്കിൽ അങ്ങനെ അതിൽ തന്നെ നിഫ്റ്റി 500, നിഫ്റ്റി 100 അല്ലെ സെക്ടർ വൈസ് നമുക്ക് നോക്കണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ, ബാങ്കിങ്, പ്രൈവറ്റ് സെക്ടർ, മിഡ് ക്യാപ്പ് അങ്ങനെ പല പല സെക്ടർ വൈസ് ഒക്കെ നമുക്ക് നോക്കണമെങ്കിൽ ഈ ഒരു ലിസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ സ്റ്റോക്സ് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. ഇനി BSEയിലത്തെ സ്റ്റോക്സ് ആണ് നോക്കണമെങ്കിൽ ആ സെലക്ഷനിൽ BSE സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലും വേരിയസ് ഇൻഡെക്സസ് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് സെക്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സിൻ്റെ നമുക്കൊരു ഓവർവ്യൂ കാണാം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി അതുപോലെയുള്ള മേജർ ഇൻഡെക്സസിൻ്റെ ഒരു ഓവർവ്യൂ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ പ്രൈസും അതിൻ്റെ പ്രൈസ് ചേഞ്ചും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഡയറക്റ്റ് അതിൽ നിന്ന് തന്നെ നമുക്ക് ബൈ ചെയ്യാനും ചാർട്ട് നോക്കാനും അല്ലെങ്കിൽ ഓപ്ഷൻ ചെയിനിലേക്ക് ഡയറക്റ്റ് പോകാനൊക്കെ ആണെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്. മാർക്കറ്റ് സ്റ്റാറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സിൻ്റെ ആണെങ്കിലും നിയർ മന്ത് കോൺട്രാക്ട്, നെക്സ്റ്റ് മന്ത് കോൺട്രാക്ട്, ഫാർ മന്ത് കോൺട്രാക്ട് അങ്ങനെയുള്ള രീതിയിലും നമുക്ക് സോർട്ട് ചെയ്യാം. ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെയാണെങ്കിലും അതിൻ്റെ ചാർട്ട് നോക്കാനാണെങ്കിലും ബൈ ചെയ്യാനാണെങ്കിലും അഡ്വാൻസ് ഓപ്ഷൻ ചെയിനിലേക്ക് പോയി ഓപ്ഷൻസ് ബൈ ചെയ്യാനാണെങ്കിലും സാധിക്കും. സൈഡിലുള്ള മ്യൂച്വൽ ഫണ്ട് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേരിയസ് ഓപ്ഷൻസിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം. അതുകൂടാതെ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫണ്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഏത് ഫണ്ടാണെങ്കിലും അതിൻ്റെ പേര് സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ആ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്ത് ബൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുമുണ്ട്. നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചെടുക്കാനുള്ള എക്സ്പെർട്ടീസ് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ടോപ്പ് SIP പിക്സിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാം. സ്മോൾ ക്യാപ്പ് ആണെങ്കിലും മിഡ് ക്യാപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട്സ് ആണെങ്കിലും അക്കോർഡിംഗ്ലി നമ്മുടെ റിസ്ക് അപ്പിറ്റേറ്റ് അനുസരിച്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. അതേപോലെ മ്യൂച്വൽ ഫണ്ട്സ് ബാസ്ക്കറ്റ്സ് ആയിട്ട് ബൈ ചെയ്യാനാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ച് എമൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഏതൊക്കെ ഫണ്ട്സാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ തന്നെ റിസർച്ച് ടീം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ്ലി അങ്ങനെയും നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് SIPs സെലക്ട് ചെയ്യാൻ പറ്റും.
ഇനി കറൻസി കമ്മോഡിറ്റി സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വേരിയസ് കമ്മോഡിറ്റീസ് ഇതിൽ ട്രേഡ് ചെയ്യാം. ലൈക്ക് ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, അതുപോലെയുള്ള വേരിയസ് കമ്മോഡിറ്റീസ് ഡയറക്റ്റ്ലി ബൈ ആൻഡ് സെല് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൽ മാർക്കറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് കറണ്ട് മന്ത് കോൺട്രാക്ട്സ് കാണിക്കും. അതിൽ നിന്ന് ഡയറക്റ്റ് അതിൻ്റെ ചാർട്ടും ഓപ്ഷൻ ചെയിനും ഒക്കെ അനലൈസ് ചെയ്യാനും ബൈ ആൻഡ് സെല് ചെയ്യാനുമുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. ഇനി ഷെയർഖാൻ ആപ്പിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാനും വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഫണ്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് വരും. അതുകൂടാതെ ഹാംബർഗർ മെനുവിലാണെങ്കിലും ഫണ്ട് ട്രാൻസ്ഫർ വിൻഡോ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഫണ്ട് എന്നുള്ള സെക്ഷനിൽ നമുക്ക് എത്രയാണ് എമൗണ്ട് മെൻഷൻ ചെയ്ത് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ മെൻഷൻ ചെയ്യാം. നെറ്റ് ബാങ്കിങ് ത്രൂവോ UPI ID മെൻഷൻ ചെയ്ത ശേഷമോ നമുക്ക് ഫണ്ട്സ് ഇതിലേക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാം. ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് UPI ത്രൂ ആണ്. അവിടെ നമ്മുടെ UPI ID മെൻഷൻ ചെയ്യുക. അത് മെൻഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ലിങ്ക് ബാങ്കിൻ്റെ UPI ID മാത്രം മെൻഷൻ ചെയ്യുക. അതിനുശേഷം ട്രാൻസ്ഫർ ഫണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മുടെ UPI പേയ്മെൻറ്റ് ചെയ്യുന്ന ആപ്പ് ഏതാണോ, ഗൂഗിൾ പേ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഫോൺ പേ ആണെങ്കിൽ അത്, അതിലേക്ക് ഡയറക്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇനി നമ്മൾ മാർക്കറ്റ് വാച്ച് എന്ന സെക്ഷനിൽ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് മാർക്കറ്റ് വാച്ചുകൾ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ലൈക്ക് സെൻസെക്സ്, നിഫ്റ്റി, അങ്ങനെയുള്ള ഓപ്ഷൻസ് കാണാം. അതുകൂടാതെ നമുക്ക് സ്പെഷ്യലി നമുക്ക് വേണ്ട സ്റ്റോക്സ് മാത്രമായിട്ടൊരു കസ്റ്റം മാർക്കറ്റ് വാച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് പ്രീഡിഫൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റം മാർക്കറ്റ് വാച്ച് എന്നുള്ള ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന് നമുക്കൊരു ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഏതൊക്കെ സ്റ്റോക്സാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ആഡ് ചെയ്ത് ഇവിടെ നമുക്ക് അതിൻ്റെ പേര് മെൻഷൻ ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്ലാങ്ക് മാർക്കറ്റ് വാച്ച് വരും. അതിൽ ആഡ് സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്റ്റോക്കാണ് നമുക്ക് ഈ ഒരു വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്യുക, അത് ആഡ് ചെയ്യുക. ഇനി ഇൻ കേസ് നമ്മുടെ മാർക്കറ്റ് വാച്ചിൽ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ആ സ്റ്റോക്കിൻ്റെ ഓപ്പൺ, ഹൈ, ലോ, അതുപോലെ ബിഡ് ആസ്ക് പ്രൈസ്, ഇതെല്ലാം നമ്മുടെ ആ വാച്ച് ലിസ്റ്റിൽ വിൻഡോ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ അഡ്വാൻസ് ഓപ്ഷൻ വരും. അതിൽ ഏതൊക്കെയാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിൻ്റെ പേരിൻ്റെ സൈഡിൽ തന്നെ ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കാണാനും പറ്റും. ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കണമെന്നുണ്ടെങ്കിൽ ട്രേഡ് കോട്ട് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് സ്റ്റോക്കാണ് നമ്മൾ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസും ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ലിസ്റ്റായിട്ട് കാണിക്കുന്നുണ്ടാവും. അതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ബൈ ആൻഡ് സെല് ചെയ്യാനും പറ്റും. ഇൻ കേസ് നമുക്ക് വേറൊരു ഫ്യൂച്ചേഴ്സോ അല്ലെങ്കിൽ കമ്മോഡിറ്റി അങ്ങനെ ഏതെങ്കിലും ആണെങ്കിലും നമുക്ക് ഈ ഡയറക്റ്റ് കോട്ടിനകത്ത് കയറിയിട്ട് അതിൻ്റെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഫ്യൂച്ചേഴ്സോ ഓപ്ഷൻസോ ഒക്കെ ആണെങ്കിലും ബൈ ചെയ്യാനും സെല് ചെയ്യാനും പറ്റും. ഇനി നമ്മൾ ആപ്പിൻ്റെ ബോട്ടം മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട്സ് എന്നുള്ള സെക്ഷൻ നിങ്ങൾക്ക് കാണാം. റിപ്പോർട്ട്സ് എന്നുള്ള സെക്ഷനിലാണ് ഓരോ അസറ്റ് ക്ലാസിൻ്റെയും ഓർഡർ ബുക്കും അതിൻ്റെ ഹോൾഡിംഗ് സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ അതിൻ്റെ കറൻ്റിലുള്ള പൊസിഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഏത് അസറ്റ് ആണെങ്കിലും, കമ്മോഡിറ്റി ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും ഇക്വിറ്റി ആണെങ്കിലും. ഇക്വിറ്റിയിൽ നമ്മൾ റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓർഡർ ബുക്ക്, DP ഹോൾഡിംഗ് ഡീറ്റെയിൽസ്, നെറ്റ് പൊസിഷൻ, ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, MTF മാർജിൻ ട്രേഡിംഗ് ഫണ്ടിൻ്റെ ഹോൾഡിങ്സിൻ്റെ ഡീറ്റെയിൽസ്, ട്രേഡ് റിപ്പോർട്ട്സ്, നമ്മുടെ ലിമിറ്റ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അതിൽ ഓർഡർ ബുക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട ഓർഡേഴ്സും ഇന്ന് കറൻ്റ്ലി പെൻഡിങ് ആയിട്ടുള്ള ഓർഡേഴ്സ് ആണെങ്കിലും അതിനകത്ത് തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓൾറെഡി എക്സിക്യൂട്ട് ആയിട്ടുള്ള ഓർഡേഴ്സ് ആണെങ്കിൽ അത് എത്രയും എക്സിക്യൂട്ടായി, ഏത് പ്രൈസിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ക്യാൻസൽഡ് ആയിട്ടുള്ള ഓർഡേഴ്സും എല്ലാം നമുക്ക് അതിൽ കാണാൻ പറ്റും. ഇനി അതിനകത്ത് നിന്ന് തന്നെ സ്വിച്ച് ചെയ്ത് നമുക്ക് DP SR അല്ലെങ്കിൽ DP ഹോൾഡിങ്സിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. DP ഹോൾഡിങ്ങിൽ നമ്മൾ ഡിമാറ്റ് ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്സ് ആയിരിക്കും കാണിക്കുന്നത്. നെറ്റ് പൊസിഷനിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പൊസിഷനിൽ കറൻ്റ്ലി ഉള്ള പൊസിഷനും അതിൻ്റെ കറൻ്റ്ലി ഉള്ള പ്രോഫിറ്റ് ഓർ ലോസ് അതായിരിക്കും കാണിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് മൾട്ടി സ്ക്വയർ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുമിച്ച് നമ്മൾ ഏതെങ്കിലും ഹോൾഡിങ്സ് അല്ലെങ്കിൽ പൊസിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഒരുമിച്ച് നമുക്ക് അത് സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ കറൻ്റ്ലി ഉള്ള ലിമിറ്റ്, എത്ര ഇൻട്രാഡേ ലിമിറ്റ് ഉണ്ട്, എത്ര സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്തിട്ടുള്ള ലിമിറ്റ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണാൻ പറ്റും. DP to പ്ലെഡ്ജ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എക്സ്ട്രാ
സ്റ്റോക്സ് ഹോൾഡിങ്സ് കിടക്കുന്നത് വെച്ചിട്ട് ലിമിറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമ്മുടെ ഡിമാറ്റ് ഹോൾഡിങ്സിൽ സ്റ്റോക്ക് കിടക്കുന്നുണ്ടെങ്കിൽ TP ടു പ്ലെഡ്ജ് കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോക്ക് ഹോൾഡിങ്ങിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടുള്ള അക്കോർഡിംഗ്ലി ഉള്ള ഒരു ലിമിറ്റ് നമുക്ക് തരും. അത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അത്. MTF ഹോൾഡിങ്സിനകത്തായിരിക്കും നമ്മൾ മാർജിൻ ട്രേഡിംഗ് ഫണ്ട് യൂസ് ചെയ്ത് സ്റ്റോക്സ് ഏതെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നത് MTF ഹോൾഡിങ്സിലായിരിക്കും. ഇതിൽ അൺസെറ്റിൽഡ് പൊസിഷനിൽ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും സ്റ്റോക്ക് ബൈ ചെയ്തിട്ട് അത് DPയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അത് കാണാൻ പറ്റും. അൺസെറ്റിൽഡ് ആയിട്ട് ഏതെങ്കിലും പൊസിഷൻ കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിലിൽ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ കാണാം. ഇനി താഴെയായിട്ടുള്ള പോർട്ട്ഫോളിയോ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ്സ് ഏതൊക്കെയാണോ ഹോൾഡ് ചെയ്യുന്നത് അതിൻ്റെ ലൈവ് പൊസിഷൻസ് കാണിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് വിത്തൗട്ട് റിയൽ മണി വിർച്വലായിട്ടൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. വിർച്വൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കും അതിൽ എത്ര പ്രൈസിലാണ് എത്ര ക്വാണ്ടിറ്റി ആണെന്നൊക്കെ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് വിർച്വലി ഒരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാനും പറ്റും. ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ടം വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ IPO ക്ലിക്ക് ചെയ്യുക. കറണ്ട് റണ്ണിങ് IPOs അതിൽ കാണിക്കും. ഏതെങ്കിലും ഓർഡേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് അത് കാണിക്കും. ഇനി അപ്കമിങ് വരാൻ പോകുന്ന IPOs, ന്യൂലി ലിസ്റ്റഡ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള IPOs, ഇതെല്ലാം ഇതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഓഫർ ഫോർ സെയിൽസ്, ബോണ്ട്, ഇതെല്ലാം ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഷെയർഖാൻ്റെ സൈഡിൽ നിന്നുള്ള ഒഫീഷ്യൽ റിസർച്ച് റെക്കമെൻഡേഷൻസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോട്ടം മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസർച്ച് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ഇക്വിറ്റി തന്നെ ഇൻട്രാഡേ, ഷോർട്ട് ടേം, ലോങ് ടേം, അങ്ങനെയുള്ള വേരിയസ് റെക്കമെൻഡേഷൻസ് നമുക്കിതിൽ കാണാം. അതിൽ സ്റ്റോക്കിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും, എത്ര പ്രൈസാണെന്ന് കൊടുത്തിട്ടുണ്ടാവും, സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ടാവും, ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമുക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബൈ ആൻഡ് സെൽ ചെയ്യാനുള്ള ഓപ്ഷൻസിലേക്ക് ഡയറക്റ്റ് പോകാനും പറ്റും. നമുക്ക് ഇതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സിനകത്താണെങ്കിലും അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിൽ ആണെങ്കിലും അല്ലെങ്കിൽ കമ്മോഡിറ്റീസ്, കറൻസി, എല്ലാത്തിനകത്താണെങ്കിലും റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്. അതിലൊരു കാര്യം ശ്രദ്ധിക്കുക, ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാഡേ ഓർഡേഴ്സ് ചെയ്യുന്ന ആളുകൾ സ്റ്റോപ്പ് ലോസ് മെൻഷൻ ചെയ്യുന്ന സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നേക്കഡ് ഓപ്ഷൻ ബൈ സെൽ റെക്കമെൻഡേഷൻസ് കൂടാതെ സ്ട്രാറ്റജീസ് ആയിട്ടാണെങ്കിലും നമുക്ക് റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്. അതിൽ കുറച്ചുകൂടെ മാർജിൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് കുറഞ്ഞ മാർജിനിലാണെങ്കിലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കുറച്ചുകൂടെ സേഫർ സൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കുന്ന ആളുകൾക്ക് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് FDs ഉണ്ട്. അതിലാണെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം. അതിലൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, അത് നമുക്ക് കിട്ടുകയും ചെയ്യും. ട്രാൻസാക്ഷൻ റിപ്പോർട്ട് സെക്ഷനിലാണ് നമ്മുടെ ലെഡ്ജർ ബാലൻസും ടാക്സ് P&L സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. ഡയറക്റ്റ് നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ഓൺലൈനിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുകയും നോക്കുകയും ചെയ്യാൻ പറ്റും. എസെൻഷ്യൽ സെക്ഷനിലാണ് നിങ്ങൾക്ക് സെഗ്മെൻറ്റ് ആക്ടിവേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. കമ്മോഡിറ്റി, കറൻസി സെഗ്മെൻറ്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. പ്രോഡക്റ്റ് ലിങ്ക്സ് എന്നുള്ള സെക്ഷനിലാണ് നമ്മുടെ പാറ്റേൺ ഫൈൻഡർ എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. അതിൽ എന്തോ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോക്ക് ടെക്നിക്കലി ചാർട്ട് നോക്കി വരച്ച് എടുക്കാൻ അറിയില്ലെങ്കിൽ പാറ്റേൺ ഫൈൻഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ സ്റ്റോക്കിൻ്റെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർട്ട് ടെക്നിക്കലി അനലൈസ് ചെയ്ത് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും അതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും എല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി കാണിക്കും. ബേസിക്കലി ടെക്നിക്കൽ അനാലിസിസ് അറിയാത്ത ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇതിൽ ഷെയർഖാൻ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷനും ഷെയർഖാൻ ക്ലാസ് റൂം എന്നൊരു ഓപ്ഷനും ഉണ്ട്. ഷെയർഖാൻ ക്ലാസ് റൂം ഫ്രീ ക്ലാസ് റൂം സെഷൻസ് ആണ്. എല്ലാ മന്തിലും എല്ലാ ദിവസവും നമുക്ക് സെമിനാർസ് നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് ഫ്രീ ആയിട്ട് ഷെയർഖാനിൽ ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ്സും ട്രേഡിങ്ങും പഠിക്കാൻ പറ്റും. ഷെയർഖാൻ ആപ്പിൻ്റെ തീം ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ ഹാംബർഗർ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ തീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
പ്രൊഫൈൽ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് പ്രൊഫൈലും DP പ്രൊഫൈലും ഏത് ബാങ്ക് അക്കൗണ്ടാണ് നമ്മുടെ ലിങ്ക്ഡ് എന്നും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഷെയർഖാൻ ആപ്പ് ഡെമോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കറൻ്റ് കവർ ചെയ്യുന്നത്. കൂടുതൽ അഡ്വാൻസ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എക്സ്പ്ലോർ ചെയ്താൽ